പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സഭാരാധനയ്ക്ക് ശേഷം വാർഷികമായി കൂടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത്. വാർഷികത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ സൺഡേ സ്കൂളിൽ പഠിക്കുവാനും PIP-യിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗങ്ങൾ പ്രയാസങ്ങളിലെല്ലാം വന്നുവെങ്കിലും ദൈവം അതിശയമായി അവരെ പരിപാലിച്ച് ഇത്രത്തോളം നടത്തി ഒരു വർഷം കാണുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവരെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പഠിപ്പിച്ച അധ്യാപകരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം പ്രോഗ്രാം നടത്തുവാൻ തക്കവണ്ണം പ്രിയ പൈതങ്ങളെ ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർഷികത്തിൻ്റെ അവസാനം വരെയും ദൈവ സാന്നിധ്യത്താൽ തന്നെ ദൈവം മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തതായി ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഗോഡ്സൺ സാം ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. നമുക്ക് നല്ലൂരിൽ സുന്ദരിയേ, നിന്റെ പ്രിയനെന്തു വിശേഷതയോ. നല്ലൂരിൽ സുന്ദരിയേ, നിന്റെ പ്രിയനെന്തു വിശേഷതയോ. മറ്റുള്ള പ്രിയരിലെന്തു മേന്മ, ആണയിട്ടോതുവാനെന്തു നന്മ. മറ്റുള്ള പ്രിയരിലെന്തു മേന്മ, ആണയിട്ടോതുവാനെന്തു നന്മ. 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. നിൻ ശിരസ്സോ മെച്ചമായുള്ള തങ്കം കൊണ്ടുള്ളതുതാൻ. നിൻ ശിരസ്സോ മെച്ചമായുള്ള തങ്കം കൊണ്ടുള്ളതുതാൻ. കറുനിരകൾ കാക്കയെ പോൽ കറുത്തും ഭംഗിയിൽ ആകെ ചുരുണ്ടതുമാ. കറുനിരകൾ കാക്കയെ പോൽ കറുത്തും ഭംഗിയിൽ ആകെ ചുരുണ്ടതുമാ. 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ. എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ. പ്രാവിൻ കണ്ണുകൾ
കൺകൾ തുല്യമേ നന്നായി പാലിൽ കഴുകിയതും 10,000 മണവാളർ സുന്ദരനാണെന്റെ പ്രിയൻ 10,000 മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ നല്ലോരിൻ സുന്ദരിയെ കണ്ടാൽ കൊതി തീരാത്തൊരു മണവാളൻ വരാൻ പോകുകയാണ്. അതുകൊണ്ട് സുന്ദരിമാരൊരു ഹല്ലേലൂയ പറഞ്ഞ് മണവാളന് അനുരൂപമായൊരു സുന്ദരിമാരായി പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ എന്നാഗ്രഹിക്കുകയാണ്. എല്ലാ മുഖത്തിലും നല്ല തെളിച്ചമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ തുടർന്ന് നമ്മൾ കേൾക്കാനുള്ള ആകാംക്ഷയോടെ മുഖം വെളിച്ചം വീശുകയാണ്. എന്നാൽ മുഖത്തിലൊരല്പം വാട്ടം വരാനുള്ള പ്രോഗ്രാമാണ് രണ്ടാമത്തെ പ്രോഗ്രാം. അതാണ് അധ്യക്ഷ പ്രസംഗം. കണ്ടോ, മുഖം വാടിയല്ലോ. അടുത്തത് ഒരു വെൽക്കം ഡാൻസാണ്. അഭിനവ് ആൻഡ് പാർട്ടി. Do you say we gather here to tell you on this very special day we're all so very happy to wish and do you say welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. So join in the celebration. It's time to pay our due. That was carefully prepared and brought out just for you. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. ഈ ഡാൻസൊക്കെ കാണുമ്പോഴാണ് ചിലരുടെ പുറകിലോട്ടുള്ള ജീവിതം ചിന്തിക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒന്ന് കളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഭാരപ്പെടേണ്ട, നിങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടാക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ഉപന്യാസമാണ്. അദൃശ്യ. പ്രൈസ് ലോർഡ്. എൻ്റെ ഉപന്യാസ വിഷയം സൺഡേ സ്കൂൾ കുട്ടികളുടെ അനുസരണ ഭവനത്തിൽ. എഫേസ്യർ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത്, മക്കളെ നിങ്ങളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത്, കുട്ടികളുടെ അനുസരണം എന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ന്യായമായ കാര്യമാണ്. കുട്ടികൾ അനുസരണമുള്ളവരായിരുന്നാൽ മാത്രമേ അവർക്ക് നന്മയും ദീർഘായുസ്സും ഉണ്ടാകുകയുള്ളൂ എന്നാണ് നമ്മൾ ഈ വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. സദൃശവാക്യം 30:17 വായിക്കുമ്പോൾ, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും അനുസരണമില്ലാത്ത മക്കളെ പ്രത്യക്ഷത്തിൽ അവരുടെ കണ്ണുകൾ കാക്ക കൊത്തിപ്പറിച്ചില്ലെങ്കിലും അവരുടെ ഭാവികാല ജീവിതത്തിൽ യാതൊരു നന്മയും പ്രാപിച്ചെടുക്കാൻ സാധിക്കാത്ത
അന്ധന്മാരായ ആളുകൾ ഈ ലോകത്ത് തപ്പി നടക്കുന്നത് പോലെ അവരുടെ ജീവിതമായി തീരും എന്നാണ് ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നത്. 1 ശമൂവേൽ 15:22 പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അനുസരണം എന്ന 1000 ഹോമയാഗവും ഹനനയാഗവും യാതൊരു വലുതായിരിക്കുന്നതും എന്നത് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഫിലിപ്പിയർ 2:8 ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവം സൺഡേ സ്കൂൾ കുട്ടികളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. യേശു ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം ഭവനത്തിൽ അനുസരണമുള്ളവനായിരുന്നു. അനുസരണം എന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത ഒന്നാമത്തെ പാപം എന്ന് പറയുന്നതും അനുസരണക്കേട് തന്നെയാണ്. സൺഡേ സ്കൂൾ കുട്ടികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഭവനത്തിലും മാതാപിതാക്കൾക്കും അനുസരണമുള്ള മക്കളായി വളരാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഉപന്യാസം ചുരുക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. നല്ലൊരു ഉപന്യാസമായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടവരൊന്നുകൂടെ കൈയടിച്ച്. അടുത്തതായിട്ട് നമ്മളൊരു ചെറിയ കഥ കേൾക്കാൻ പോവുകയാണ്. ചെറിയ കഥ പറയാൻ പോകുന്ന അദീനയാണ്. അദീന എല്ലാവർക്കും പരിചയമുണ്ട്. ചെറിയൊരു കഥ ഇപ്പോൾ പറയുന്നതായിരിക്കും. ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം സഹായിക്കട്ടെ. കഥയുടെ പേരാണ് കുരുട്ട് ബുദ്ധി ആപത്ത്. ഒരിടത്ത് 2 കാക്കകളുണ്ടായിരുന്നു. ഒരു കാക്കയുടെ പേര് മിട്ടു, ഒരു കാക്കയുടെ പേര് കിട്ടു. അങ്ങനെ ഒരു ദിവസം മിട്ടുകാക്കയും കിട്ടുകാക്കയും ഭയങ്കര അടിയായിരുന്നു. എനിക്കാണ് ശക്തിയും കൂടുതൽ എന്ന് പറഞ്ഞ് ഭയങ്കര അടിയായിരുന്നു. അപ്പം മിട്ടുകാക്ക പറയും, ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു മത്സരം വയ്ക്കാം. ആർക്കാണ് ഭാരം തൂക്കി മേളിൽ പകർന്ന് നിൽക്കാൻ കഴിയുന്നത് അവർ ജയിക്കും. അങ്ങനെ ഭാരത്തിന് വേണ്ടി അവർ ഉപ്പാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ മിട്ടുകാക്ക സഞ്ചിക്കകത്ത് ഉപ്പിന് പകരം പഞ്ഞി കയറ്റി വെച്ച്. അങ്ങനെ മിട്ടുകാക്ക മേളിൽ പറക്കുകയും കിട്ടുകാക്ക താഴെ പറക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അങ്ങനെ മിട്ടുകാക്കയുടെ സഞ്ചിക്കകത്തുള്ള പന്നിയിലെല്ലാം വെള്ളം കയറി. അങ്ങനെ അത് ഭാരം കൂടി കിട്ടുകാക്കയുടെ സഞ്ചിയിലുള്ള ഉപ്പെല്ലാം അലിഞ്ഞു പോയി. അങ്ങനെ കിട്ടുകാക്ക മേളിൽ പറക്കുകയും മിട്ടുകാക്ക താഴെ പറക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടുകാക്ക ജയിച്ചു. നമ്മൾ ഒരിക്കലും ആരെയും കുരുട്ട് ബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. താങ്ക് യു. ഹല്ലേലൂയ. മിട്ടുകാക്കയുടെയും കിട്ടുകാക്കയുടെയും കഥ മനസ്സിലായവരും കൈയുയർത്തിക്ക്. രണ്ടുപേരും മത്സരിച്ചു. ഭാരം ചുമന്നുകൊണ്ടാ മേലോട്ട് പറഞ്ഞേ. പക്ഷേ രണ്ടുപേരും ചിന്തിച്ചത് ഉപ്പായിരിക്കുമെന്ന്. ഒരുത്തൻ മാത്രം ഉപ്പും കൊണ്ടുപോയി, മറ്റോ വലിയ പഞ്ഞിക്കെട്ടുമായിട്ട് പോയി. മഴയത്ത് ഉപ്പെല്ലാം അലിഞ്ഞു പോയി. എന്നാൽ പഞ്ഞിയിൽ ഭയങ്കര ഭാരം കയറി. അങ്ങനെ കുരുട്ട് ബുദ്ധി കാണിച്ച മിട്ടുകാക്കയുടെ കാര്യം കട്ടപ്പുകയായി. ഹല്ലേലൂയ. നല്ല കഥയ്ക്കായി കൈയടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. അടുത്തതായിട്ടൊരു ഗ്രൂപ്പ് സോങ് ആണ്. ഗ്രൂപ്പ് സോങ് ആരോൺ ആൻഡ് പാർട്ടി.
അടുത്തതായിട്ടൊരു ഭാവനയാണ് യബിൻ. നരകത്തിൽ നിന്നും ധനവാന്റെ കത്ത്. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരന്മാർക്ക് മറ്റെല്ലാവർക്കും വേണ്ടി എഴുതുന്നത്. വളരെ നാളുകളെ ഇങ്ങനെ ഒരു കത്ത് എഴുതുവാൻ വാഞ്ചിക്കുന്നു. ഇവിടെ അതിനുള്ള അനുവാദമില്ല. ഇപ്പോൾ ആരും കാണാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ച് ജീവിച്ച നാളുകൾ, സ്വാദിഷ്ട ഭോജനം, പല്ലെങ്കിൽ യാത്ര, ആവശ്യത്തിലേറെ ദാസന്മാർ, സമ്പത്ത്, ഇങ്ങനെ സകലവിധ സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതം ഞാൻ ഇന്നും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഞാൻ മരണപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുവല്ലോ. അതിന് ശേഷം വളരെ ആർഭാടമായി നിങ്ങളെല്ലാവരും കൂടി എന്നെ അടക്കം ചെയ്തതും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. മാത്രമല്ല, എൻ്റെ മരണശേഷം എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ മുടങ്ങാത്ത പ്രാർത്ഥനകളും കൂദാശകളും കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടായില്ല. ഞാനിപ്പോൾ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ഇവിടെ സുഖമായി ജീവിക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ ചാകത്ത പുഴുവും കെടാത്ത തീയും എന്നിവ മൂലം ഞാൻ പ്രയാസപ്പെടുകയാണ്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പലരും ഈ സ്ഥലത്തെപ്പറ്റി സുവിശേഷം പറഞ്ഞതും ഞാൻ വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു. അന്ന് പല ദേവദാസന്മാർ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും മാനസാന്തരത്തെപ്പറ്റിയും പ്രസംഗിച്ചപ്പോൾ അവരെ പരിഹസിച്ചതും അവിശ്വസിച്ചതും വേദനയോടെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. ഞാനിപ്പോൾ ദാഹത്താൽ എൻ്റെ നാവ് വരണ്ടു പോകുന്നു. വിവരിക്കാനുള്ള ശക്തി പോലും എനിക്കില്ലാതെ ഞാൻ തളർന്നു പോകുന്നു. ദൈവവചനം എത്രത്തോളം സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ച ഞാൻ ഇവിടെ കാണുവാനിടെ. ഞാൻ ദാഹിച്ച് വളരെ അവശനായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാനായി തലപൊക്കി നോക്കിയപ്പോൾ അപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ പടിവാതിൽക്കൽ ശരീരമെല്ലാം വ്രണം നിറഞ്ഞവനെ, വളരെ ദാരിദ്ര്യനായി എൻ്റെ മേശയിൽ നിന്ന് താഴെ വീഴുന്ന അപ്പം തിന്ന് വിഷപ്പടക്കുവാൻ ആഗ്രഹിച്ച ആ ഭിഷക്കാരനായ ലാസർ എന്ന മനുഷ്യൻ. അവൻ മരിച്ചപ്പോൾ അവനെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും വെറുക്കപ്പെട്ട ലാസറിനെ ഞാൻ തേജോമയനായി അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടു. ഒരു തുള്ളി വെള്ളം ലാസറിൻ്റെ കയ്യിൽ കൊടുത്തയക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്കോ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കോ ഒരിക്കലും ആർക്കും വരാൻ സാധിക്കുകയില്ല എന്ന്. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ ഇത് അനുഭവിക്കാതിരിപ്പാൻ ലാസറിനെ നിങ്ങളോട് അടുക്കിലേക്ക് അയക്കുവാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അതിനുത്തരമേ ദൈവം പറഞ്ഞത്, മകനെ, നിൻ്റെ ദാസന്മാർക്ക് പ്രവാചകന്മാരും സത്യവേദ പുസ്തകമുണ്ട്. അത് വായിച്ച് അപ്രകാരം ജീവിതം ക്രമീകരിച്ചാൽ ഒരിക്കലും അവർക്ക് ഈ യഥാസ്ഥാനത്ത് വരേണ്ടി വരികയില്ല എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ആ സത്യവേദ പുസ്തകം ഇപ്പോൾ തന്നെ സ്വന്തമാക്കുക. അതിലെ ഓരോ വചനങ്ങളും സത്യമാണ് എന്ന് ഞാൻ ഇന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. സ്വർഗവും നരകവും ഒരു ഭൂമിയിൽ തന്നെയാണെന്ന് വിശ്വസിച്ച് സ്വർഗത്തിൽ എന്ന പോലെ സുഖിച്ച് ജീവിച്ച് ഞാനും ഇപ്പോൾ യഥാർത്ഥ നരകം എന്താണെന്ന് അറിഞ്ഞു. ഞാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഞാനിപ്പോൾ സ്വർഗത്തിലല്ല, നരകത്തിലാണ്. പാപിയായി ജീവിച്ച് മരിച്ച ഒരുത്തനും ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല എന്നത് സത്യമായ വചനം തന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രമത്തിലാക്കുക. മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല. പാപത്തിൻ്റെ ശമ്പളം മരണവും നിത്യ നരകവുമാണ്. എന്നാൽ പാപിയെ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ലഘുവായ മാർഗം ബൈബിളിലുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കും എന്ന് ഞാൻ ഇപ്പോൾ ഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളെ അത്യന്തം രഹസ്യമായി ഈ കത്ത് മൂലം ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങൾ അനുസരിക്കാതിരുന്നതാണ് എന്നെ നിത്യനരകത്തിൽ എത്തിച്ചത് എന്ന് ഒരിക്കൽ കൂടി അവസാനമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും അവശേഷിക്കുന്ന സംശയങ്ങൾക്കും മാതൃകാപരമായി ജീവിതത്തിനും വേണ്ടി സമീപം വസിക്കുന്ന ദൈവമക്കൾക്കുമായി ദൈവദാസന്മാരുമായി ബന്ധപ്പെടാൻ മറക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിശദമായി എഴുതാൻ കാരണം സുവിശേഷ പ്രകാരമാണ് ഇവിടെ ന്യായവിധി നടത്തുന്നത് എന്നതിലാണ്. ഒരുപാട് എഴുതി വിഷമിക്കുന്നില്ല. കത്ത് ചുരുക്കുന്ന അതിവേദനകളോടെ കൂടി നിങ്ങളുടെ സ്വന്തം സഹോദരൻ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് പാസ്റ്ററോട് ചോദിക്കണമെന്നാണ് ആ കത്തിൽ അവസാനമൊക്കെ വരി വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഈ കത്ത് നരകത്തിൽ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, അത് പിന്നെ പറയാം. അടുത്തൊരു വിവിധ ഭാഷാ വായനയാണ്. അഭിഷേക് ആൻഡ് പാർട്ടി. ദൈവത്തിന് സ്തോത്രം.
Praise the Lord. പ്രഭു की സ്തുതി. കർത്തർക്ക് മഹിമ. എഫേസ്യർ 5-ാം അധ്യായം 1 മുതൽ 9 വരെ. Ephesians chapter 5 verses 1 to 9. इफिसियोन अध्याय 5 शब्द 1 से 9 तक. എഫേസ്യർ 5-ാം അധികാരം 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. Therefore be imitators of God as beloved children. इसलिए प्रिय बालकों की न्याय परमेश्वर के सादृश्य बनो. ആദലാൽ നിങ്ങൾ പിരിയമാന പിള്ളൈകളെ പോലെ ദേവനുക്ക് പിരിയമാനവர்களாகியிருங்கள். ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യ വാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. And walk in love as Christ loved us and gave himself up for us, a fragrant offering and sacrifice to God. और प्रेम में चलो जैसे मसीह ने भी तुमसे प्रेम किया और हमारे लिए अपने आप को सुगत के लिए परमेश्वर के आगे फेडक करके बलिदान कर दिया. ക്രിസ്തു നമുക്കാக തമ്മை தேவனுக்கு சுகந்த வாசனையான காணிக்கையாகவும் பலியாகவும் ஒப்பு கொடுத்து நம்மில் அன்பு கூர்ந்ததுപോലെ நீங்களும் அன்பில் നടന്നു കൊള്ളുങ്ങൾ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. But sexual immoralities and impurity or covetousness must not even be named among you as if proper among saints. और जैसे पवित्र लोगों के योग्य है वैसा तुम्हें व्यभिचार और किसी प्रकार अशुद्धों या लोभ की चर तक हो. மேலும் பரிசுத்தவான்களுக்கு ஏற்றபடி வேசித்தனமும் மற்றெந்த அசுத்தமும் பொருளாசையும் ஆகிய இவைகளின் பேர் முதலாய் உங்களுக்குள்ளே சொல்லப்படவும் കൂടാതെ. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. Let there be no filthiness or foolish talks or crude joking which are out of place, but instead let there be thanksgiving. और न अश्लीलता का मूढ़ता की बादलों की ने टेढ़ी क्योंकि यो बेदम सौदी नहीं वरण धन्यवाद ही सुना जाया. அப்படியே வம்பும் புத்தீனமான பேச்சும் பரியாசமும் தகாதவைகள் സ്തോത്രം ചെയ്തലേ തകും. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹ ആരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശം ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്നുവല്ലോ. For you may be sure of this, that everyone who is sexually immoral or impure or is covetous, that is an idolater, has no inheritance in the kingdom of Christ and God. क्योंकि तुम यह बातों को कि किसी व्यभिचारी या अशुद्ध जन या लोफी मनुष्य की दो मूर्त पूजने वाला के बैरान है, मसीह और परमेश्वर के राज में मिरासी नहीं. വിഭസാരക്കാരനാവത്, അസുത്തനാവത്, വിഗ്രഹാരാധനക്കാരനാവത്, പൊരുളാസൈക്കാരനാവത് ദേവനുടെ രാജ്യമായ ക്രിസ്തുവിൻ രാജ്യത്തിലെ സുതന്ത്രം അടയുവതില്ലേ എന്ന് അറിந்திരിக்கிறீர்களே. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. Let not deceive you with empty words, for because of these things the wrath of God comes upon the son of disobedience. कोई तुम्हें बातों से दोषो न दे, क्योंकि इन ही कामों के कारण परमेश्वर के क्रोध आज्ञा न मानवेला पर फड़कता है. இப்படிப்பட்டவின் நிமித்தமாக கீழ்ப்படியாமையின் பிள்ளைகள் மேல் தேவ கோபாக்னி வருவதால் ஒருவரும் உங்களை വാർത്തകളിനാലെ മോശം പോകാതപടിക്ക് എച്ചരിക്കയായിരുങ്ങൾ. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. Therefore do not become partners with them. इसलिए तुम उनका सहारी हो हुई. അവർക്ക് പങ്കാളികളായിരുങ്ങൾ. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. For at one time we are darkness, but now you are light in the Lord. Walk as children of light. क्योंकि तुम तो हमारे अंधकार दे परंतु अब प्रभु में ज्योति हो, सो ज्योति की संतान की न्याय चलो. முற்காலத்தில் நீங்கள் அந்தகாரத்தில் இருந்து இப்பொழுதோ கர்த்தருக்குள்ளே வெளிச்சமாயிருக்கிறீர்கள். வெளிச்சத்தின் பிள்ளைகளாய் നടന്നു കൊള്ളുங்கள். കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചു കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. For the fruit of light is found in all that is good and right and true. क्योंकि ज्योति का फल सब प्रकार फलमय और धार्मिकता और सत है.
ആവിൻ കനി സകല നற்குணത്തിലും നീതിയിലും ഉണ്മയിലും വിളങ്ങും. നന്ദി. താങ്ക് യു. धन्यवाद. നന്ദി. അടുത്തതായിട്ടൊരു ആക്ഷൻ സോങ് ആണ് ആൻലിൻ ആൻഡ് പാർട്ടി. ഊസെന്നൊരു ദേശം, ഇയ്യോബെന്നൊരു ഭക്തൻ, നിഷ്കളങ്കമാന്യൻ, അവൻ നേരുള്ളവനാണ്. ഊസെന്നൊരു ദേശം, ഇയ്യോബെന്നൊരു ഭക്തൻ, നിഷ്കളങ്കമാന്യൻ, അവൻ നേരുള്ളവനാണ്. ആടുകൾ 7000, ഒട്ടകം 3000, 500 കാള, 500 കഴുത. ആടുകൾ 7000, ഒട്ടകം 3000, 500 കാള, 500 കഴുത. 10 പേരുണ്ടേ മക്കൾ, 10 പേരുണ്ടേ, 10 പേരുണ്ടേ മക്കൾ, 10 പേരുണ്ടേ. സമ്പന്നനാണേ, ഒരു സമ്പന്നനാണേ, സമ്പന്നനാണേ, ഒരു സമ്പന്നനാണേ. ദുഷ്ടനായൊരു സാത്താൻ അധികാരത്തോടെ വന്നു, ഒന്നൊന്നായി തകർത്തു, ഇയ്യോബ് 0 ആയി. ദുഷ്ടനായൊരു സാത്താൻ അധികാരത്തോടെ വന്നു, ഒന്നൊന്നായി തകർത്തു, ഇയ്യോബ് 0 ആയി. എന്നാൽ അവൻ ദൈവഭക്തി മുറുകെ പിടിച്ചു ധൈര്യമായി. 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 സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി, സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി, സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി, സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി. ലല്ലല്ലാലാല, ലലലല്ലല്ലാലാല, ലല്ലല്ലാലാല, ലലലാലല്ലാലാല. നല്ല ആക്ഷൻ സോങ്ങിനായി ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ഒരു സംഭാഷണമാണ് അനിഷ ആൻഡ് ജോസ്ന. എൻ്റെ സഭ. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സഭയിൽ തൃപ്തനല്ല. അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞ ഏറ്റവും നല്ലൊരു സഭ തേടുകയായിരുന്നു. അതിനാൽ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് കുറച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. എല്ലാം തികഞ്ഞ ഒരു ചർച്ച കണ്ടെത്താൻ എന്നെ സഹായിക്കാൻ അദ്ദേഹത്തെക്കാൾ മികച്ച മറ്റാരുമില്ല. എല്ലാത്തിനുമുപരി അദ്ദേഹം നിരവധി സഭകളുടെ സ്ഥാപകനാണ്. അവരെല്ലാം അദ്ദേഹത്തിന് നന്നായി അറിയാം. ഹലോ, പൗലോസ് അപ്പോസ്തലനാണോ? അതെ, പൗലോസാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമീൻ സഹോദര. ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ പോകുന്ന സഭയെക്കുറിച്ച് എനിക്ക് അതിയായ നിരാശയാണ്. അവിടെ തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിനാൽ ഇപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ഒരു സഭ തിരയുകയാണ്. ഞാൻ കൊരിന്തിലെ സഭയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അത് എങ്ങനെയുണ്ട്? കൊള്ളാവുന്ന സഭയാണോ? നോക്കൂ സ്നേഹിത, കൊരിന്തിലെ സഭയിൽ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അസൂയയും പിണക്കവുമുണ്ട്. ചെറിയ തർക്കങ്ങൾ പോലും നീതിന്യായ കോടതിയിൽ വ്യവഹാരത്തിന് പോകുന്നവരുമുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും കൂടാതെ ലൈംഗിക അധാർമിക ചെയ്യുന്ന ചില ആളുകൾ പോലും അവിടെയുണ്ട്. എഫെസോസിലെ സഭയുടെ കാര്യമോ? അത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സഭയാണ്. എന്നാൽ ഈയിടെയായി സ്നേഹമില്ലാത്ത ധാരാളം ആളുകൾ അവിടെ കൂടി വരുന്നുണ്ട്. എന്നാൽ തെസ്സലോനിക്കയിലെ സഭ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട്. ആഹാ, കൊള്ളാമല്ലോ.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിലിപ്പിയുടെ ചർച്ചിൽ പോയാലോ? അതൊരു നല്ല സഭയാണ്. എന്നാൽ അവിടെ വിയോജിപ്പുള്ളവരും പരസ്പരം സംസാരിക്കത്തരുമായ 2 സഹോദരിമാർ യുവോദിയ, സുന്ദുക്ക എന്നിവരുണ്ട്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ കൊലോസിലെ സഭയിലേക്ക് പോകാമല്ലേ? പക്ഷേ ചില മതഭ്രാന്തന്മാർ അവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ദൂതന്മാരെ ആരാധിക്കുന്ന ഒരു കൂട്ടവും അവിടെയുണ്ട്. എന്ത്? ഞാൻ ഗലാത്യരുടെ പള്ളിയിൽ പോയാലോ? അവിടെ ചില വിശ്വാസികൾ പരസ്പരം കടിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഹോ, എല്ലാം തികഞ്ഞൊരു സഭ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇല്ലായിരുന്നു. സ്നേഹിത, ഞാൻ യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ചപ്പോൾ തുയത്തേരയിലെ സഭയുടെ കാര്യം എന്നോട് പറഞ്ഞു. അവിടെ താൻ പ്രവാചകയാണെന്ന് സ്വയം പറഞ്ഞ് സഭയിൽ വേശ്യവൃത്തി നടത്തുകയും വിഗ്രഹാരാധന പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇസബേൽ എന്നൊരു സ്ത്രീയെ അവർ അനുവദിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ലവോദിക്കയിലും സഭാംഗങ്ങൾ തികഞ്ഞവരല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കാരണം അവർ ദുരഭിമാനികളും ഭൗതികവാദികളും ചൂടില്ലാത്തവരുമാണ്. പെർഗമോസിലാകട്ടെ നിക്കല്ലവരുടെയും ബിലയമ്മരുടെയും ഉപദേശങ്ങൾ പിന്തുടരുന്ന ചിലരുമുണ്ട്. നിങ്ങൾക്കറിയാമോ പൗലോസ്, ഞാൻ നമ്മുടെ ആസ്ഥാനമായ യെരുശലേമിലേക്ക് പോകാമെന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷേ അവിടെ മുൻവിധിയോടുള്ള പെരുമാറ്റം ഉണ്ടെന്ന് കേട്ടു. അതുപോലെ പെറുപെറുപ്പുണ്ടെന്നും അപ്പോസ്തലന്മാരോട് കള്ളം പറയുന്ന ചിലരുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പൗലോസ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിനാൽ ഞാൻ എവിടേക്ക് പോകും? സ്നേഹിത, എല്ലാം തികഞ്ഞ കുറേ മനുഷ്യർ ചെയ്യുന്ന ഒരു നല്ല സഭ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് നൽകുവാനുള്ള ഉപദേശം, സഭാ നേതാക്കളുടെയും വിശ്വാസികളായ മറ്റ് സഹോദരന്മാരെയും നിരന്തരം വിമർശിക്കുന്നത് അവസാനിപ്പിക്കുക. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അനാവശ്യമായ നെഗറ്റീവ് അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ക്രിസ്തുവിൽ പരിപൂർണത കൈവരിക്കാൻ സഭയുമായി സഹകരിക്കാൻ തുടങ്ങുക. അതായത് ഞാൻ ചെയ്തതുപോലെ മോശം കണ്ണുകളോടെ ആളുകളെ കാണുന്നത് അവസാനിപ്പിച്ച് അവരെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുക. ആളുകൾ അപൂർണരായി തീർന്നതിനാൽ സഭയിൽ പോകുന്നത് നിർത്തരുത്. പകരം നിങ്ങളുടെ സഹോദരങ്ങളെ ഉപദേശിക്കുകയും സഹോദര സ്നേഹത്തിൽ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളെ തന്നെ ദൈവത്തിന് ലഭ്യമാക്കുക. നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ അന്നത്തെ പ്രസംഗം നിങ്ങളെ പ്രസാദിപ്പിക്കുമോ ഇല്ലയോ എന്ന് വിഷമിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ ജീവിതം യഹോവയെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ യാഗമായി സമർപ്പിക്കുക. അതിനാൽ യേശുക്രിസ്തുവിൽ ഒരു നല്ല പടയാളി എന്ന നിലയിൽ നിങ്ങൾ കഷ്ടത സഹിക്കണം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്നതിനായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരും ഈ ലോക ജീവിതവുമായി ബന്ധപ്പെടുന്നില്ല. അതുപോലെ ആരെങ്കിലും അത്ലറ്റിക്സിൽ മത്സരിക്കുകയാണെങ്കിൽ നിയമങ്ങൾക്കനുസൃതമായി മത്സരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് കിരീടം ലഭ്യമാകുകയില്ല. സ്വയം സംതൃപ്തിയിൽ ആഗ്രഹിക്കുന്നവരെക്കാൾ ദൈവം നോക്കുന്നത് പൂർണ്ണമായും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവരെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നല്ല ആശയസമ്പുഷ്ടമായ സംഭാഷണം നടത്തിയ സഹോദരന്മാർക്ക് ഒന്നുകൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അടുത്തതൊരു പാട്ടാണ്. യെബിന. നാളിത് പോരാ, യേശുവിത് പോരാ.
കർത്താവ് പൈതലിനെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പപ്പയുടെ പ്രൊഫൈൽ പിക്ചേഴ്സിൽ എത്ര ലൈക്സാ കിട്ടിയിരിക്കണേ? ഏടാ റോയ്മോനെ, അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്നാന്നറിയാമോ? 1 മാസം കഴിഞ്ഞേ സ്കൂൾ ഫൈനൽ എക്സാമാ. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെയാണെന്ന്. സൺഡേ സ്കൂൾ അല്ല, നിനക്കറിയാമല്ലോ. അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യ്. മമ്മി, റിവിഷൻ കഴിഞ്ഞു, ഇനി സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്ക്. അതെ, മോൻ അങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞ എന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അത് ആരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അത് എവിടെയാ പപ്പ? അത് ആ സിറിയൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എക്സാം അല്ലേ, ഒന്ന് വേദോസ്തം വായിച്ച് പ്രാർത്ഥിച്ചു പോ. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കേ. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ട. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പ അങ്ങ് ഓർത്തു പറ. അത് മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, താമസിക്കണ്ട. എടി, സമയം എത്രയായി? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവനിക്ക് വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. എത്തിന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? ഏത് മമ്മി? എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളി പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലോരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. പോയിരുന്ന സ്കൂൾ ലെസൺസ് റിവിഷൻ ചെയ്യ്. ഇപ്പൊ പ്രയറും കണക്കാന്നേ, ബോറിങ്ങാ. ആരാധന ഒന്നും പോരാ. പ്രസംഗത്തിന് ഒരു പുതിയ പോയിന്റും ഇല്ല. ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്. അത് വല്ലാതെ കൂടുതലാ. അതിന് 2-3 മണിക്കൂർ ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും ടിവിയിലും കിട്ടും. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയാ, വെറും സമയനഷ്ടം തന്നെ. പിന്നെ മെനക്കേടും. എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം, മരിച്ചാൽ ഒരു നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇന്റർനെറ്റിലും ടിവിയിലും നടക്കില്ലല്ലോ. അതിനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഇതുപോലത്തെ വല്ല സഭയിലും പോയാലല്ലേ നടക്കൂ. അത് ശരിയാ. അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചു നിൽക്കുന്നേ. ഇല്ലേൽ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ട ഉണ്ടോന്നാ. ഓ, അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ചുമ്മാതാണോ ഞാൻ നമ്മുടെ പള്ളിയും പട്ടക്കാരും ഒന്നും വിടാത്തത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കോയുടെ അടക്കമായിരുന്നു. മെത്രാപ്പോലിത്തയാ നടത്തിയത്. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുവല്ലോ നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് സഭയിൽ വന്നാൽ നടക്കുമോ? പിന്നെ എന്നാത്തിനാ അച്ചായൻ ഇങ്ങോട്ട് വരുന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ? അതെ, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്.
നമ്മുടെ സഭക്കാർക്കും അച്ഛനും ഒന്നും അറിയില്ല. അത് പിള്ളേർ ബൈബിളിലെ വല്ലതും പഠിക്കണമെങ്കിൽ ഇവിടേക്ക് പോകണം. ബാക്കി സമയം നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോകാം. ഏതായാലും പള്ളി വിട്ടുള്ള പരിപാടിക്ക് ഈ തോമാച്ചൻ ഇല്ല. ഇതിനെ പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. 2 വെള്ളത്തിൽ ചവിട്ടുന്നവർ ഒടുവിൽ വെള്ളത്തിലാകും. തോമാച്ചൻ സൂക്ഷിച്ചോ. അത് പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. ആ രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയ്മോൻ പരീക്ഷ എഴുതിയില്ലയോ? എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സണ്ണിക്കാ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയത്, ഒന്നും പോലും വിട്ടില്ല. ആഹാ, പിന്നെ എന്താ പറ്റിയതെന്ന് പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെയായേ? എഴുതിയതനുസരിച്ചേ മാർക്ക് ഇടാൻ പറ്റൂ. റോയ്മോൻ എന്തൊക്കെയാ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്ക. ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ റീടെസ്റ്റ് ഇടാം. എന്താ? അത് മതി, അത് മതി. ആ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുക്ക് ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോയലും എപ്പോഴും മതിലേ കിടന്ന് ചാടും. അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. പാസ്റ്ററെ, എന്റെ റോയ്മോൻ അങ്ങനെ നശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് അവൻ. ഇനി അഥവാ അവൻ അത് വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേടി അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്തു പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവരിയിൽ. അത് പോട്ടെ. ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മോനെ, മമ്മി പറഞ്ഞില്ല വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണ പോലെയാന്ന്. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റോയ്മോനെ, നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നേ? എന്തായാലും ഇത്രയായി. ഇനിയും മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തര പേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും എരീഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷ്യൂവും മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കരിയാത്ത യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനിയും ബാക്കിയും കൂടെ വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു.
നല്ല അടക്കം പ്രതീക്ഷിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ലാഞ്ഞാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ ഭവനത്തിന് സംഭവിച്ചത് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മലകളെല്ലാം തകർന്നിടും. ചുംബികൾ വീടുകൾ മേടുകൾ എല്ലാം തകർന്നു പതിക്കും. അമ്പര ചുംബികൾ വീടുകൾ മേടുകൾ എല്ലാം തകർന്നു പതിക്കും. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിത, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. സൂര്യചന്ദ്രാദികൾ ആകെ ഇരുണ്ടിടും, അന്ധത ഭൂമിയിൽ നിറഞ്ഞിടും. സൂര്യചന്ദ്രാദികൾ ആകെ ഇരുണ്ടിടും, അന്ധത ഭൂമിയിൽ നിറഞ്ഞിടും. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോശം തരില്ല സത്യം. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോശം തരില്ല സത്യം. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിത, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിത, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. നീ വരുമോ രക്ഷ നേടിടാൻ യേശുവിൻ സന്നിധിയിൽ? നീ വരുമോ രക്ഷ നേടിടാൻ യേശുവിൻ സന്നിധിയിൽ? ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിത, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ടൊരു ക്രിസ്തീയ വാർത്ത കേൾക്കാൻ പോകുകയാണ്.
വാർത്ത വായിക്കുന്നത് ഷിജി ആൻഡ് പാർട്ടി. നേരെറിയാൻ നേരിനൊപ്പം നേരോടെ, ഓരോ വാർത്തയും ഇനി ചൂടോടെ. പെനിയൽ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ആദ്യ മാതാപിതാക്കളെ ഏതേനിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ച് സ്വർഗീയ കോടതി. പ്രശസ്ത പ്രവാചകൻ ഹാനോക്കിനെ കാണാതെയായി, തിരച്ചിൽ തുടരുന്നു. പുഴയിൽ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത് മിസ്രീം രാജകുമാരി. കുഞ്ഞിനെ മോശ എന്ന് പേരിട്ടു. വസ്തു ഇടപെടാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ശവസംസ്കാരം നടത്തി. ഇതല്യ തുറമുഖത്ത് നിന്ന് യാത്ര പുറപ്പെട്ട യാത്രാ കപ്പൽ തകർന്നു. നടുക്കം മാറാതെ യാത്രക്കാർ. അനധികൃത കെട്ടിടത്തിന്റെ പണി താൽക്കാലികമായി നിർത്തിവച്ചു. വാർത്തകൾ വിശദമായി. ആദിമ മാതാപിതാക്കളെ ഗെറ്റ് ഔട്ട് അടിച്ച് സ്വർഗീയ കോടതി. ജനനം കൊണ്ട് വ്യത്യസ്തരായ ആദാം ഹവ്വ ദമ്പതികൾ പഴം പറിച്ചു തിന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. സസ്യലതാദികളാൽ സമ്പന്നമായ ഇതേൻ തോട്ടത്തിന്റെ പരിപാലനത്തിനായി നിയമിക്കപ്പെട്ട ഇവർ തോട്ടത്തിന്റെ ഉടമസ്ഥനും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന് നൽകിയ കൽപ്പന ലംഘിച്ചു എന്നതാണ് അറസ്റ്റിന് കാരണം. തോട്ടത്തിലെ എല്ലാവിധ ആദായം എടുക്കാമെന്നും തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത് എന്നുള്ള കോൺട്രാക്ട് ഒപ്പിട്ട ശേഷം ഹവ്വ എന്ന യുവതി പഴം പറിച്ചു തിന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. സംഭവം ഇങ്ങനെ: ഒറ്റ നോട്ടത്തിൽ തന്നെ മനുഷ്യനെ ആകർഷിക്കുന്ന ഏതേൻ തോട്ടത്തിൽ പാപത്തിന്റെ സെയിൽസ്മാനായ പാമ്പ് വരികയും കഴിക്കരുതെന്ന് വിലക്കപ്പെട്ട പഴം കഴിക്കാൻ ഹവ്വയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗൃഹനാഥൻ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. സംഭവം നടന്ന ഉടനെ പാമ്പെന്ന സെയിൽസ്മാൻ കടന്നുകളയുകയായിരുന്നു. ആപ്പിൾ കഴിച്ച ശേഷം ഹവ്വ ഇത് തന്റെ ഭർത്താവിനും കൊടുത്തു. അപ്പോഴാണ് ഇരുവർക്കും പറ്റിയ അമളി തിരിച്ചറിഞ്ഞത്. ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാത്തതിനാൽ കുറ്റം ഇരുവരും സമ്മതിച്ചിട്ടില്ല. എന്നാൽ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുള്ള CCTVയിൽ ഇതിന്റെ വിഷ്വൽസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. തോട്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം അന്വേഷണ സംഘത്തിന് ഈ വിഷ്വൽസ് എല്ലാം കൈമാറിയിട്ടുണ്ട്. അർദ്ധനഗ്നരായി കാണപ്പെട്ട ഇവർ സ്വന്തമായി അത്തിയില കൊണ്ട് നാണം മറിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും CCTVയിലുണ്ട്. ഇരുവരും ഒളിവിലാണ്. എന്നാൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് ഇരുവരും ആ തോട്ടത്തിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ഷാഡോ പോലീസ് ഇവരെ പിടികൂടുകയുമാണ് ഉണ്ടായത്. തൽക്ഷണം തന്നെ തോട്ടത്തിൽ നിന്നും ഇവരെ പുറത്താക്കി. അല്പം മുമ്പ് ദൈവകോടതിയിൽ ഇവരെ ഹാജരാക്കി. സെഷൻ 107 പ്രകാരം ഗൂഢാലോചന, പ്രേരണ കുറ്റം എന്നിവ ചുമത്തി പാമ്പിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അനുസരണക്കേട് എന്ന വകുപ്പിലാണ് ദമ്പതികൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രശസ്ത പ്രവാചകനായ ഹാനോക്കിനെ കാണാതെയായി. ബെതുശേലഹാണ് മകൻ. 365 വയസ്സായിരുന്നു. ദൈവത്തോട് കൂടെ നടന്നതിനാൽ ദൈവം എടുത്തു എന്ന് വിശ്വാസികൾ. എന്നാൽ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ഹാനോക്കിനായി തിരച്ചിൽ തുടരുന്നു. ഇതേസമയം 3 ദിവസം മുമ്പേ കാണാതായ യോനെ കണ്ടുകിട്ടിയതായും 3 ദിവസം തിമിംഗലത്തിന്റെ വയറ്റിലായിരുന്നുവെന്നും ലഭിക്കുന്ന വിവരം. പുഴയിൽ ഒഴുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ മിസ്രൈം രാജകുമാരി ദത്തെടുത്തു. ഞാങ്ങണയുടെ ഇടയിൽ കീഴ്ത്തേച്ച പെട്ടിയിലായിരുന്നു കുഞ്ഞ്. ദിവ്യസുന്ദരനാണ്. കുഞ്ഞുവിന് പാൽ കൊടുപ്പാൻ ഒരു സ്ത്രീയെ അന്വേഷിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മിസ്രൈം കൊട്ടാരം സമീപിക്കുവാൻ ഓർക്കുക. ഒരു പ്രത്യേക അറിയിപ്പ്. ഉറങ്ങുന്നവർ ജാഗ്രത. യൂത്തിക്കോസിനെ ഓർക്കുവാൻ പറയുന്നില്ല. എന്തെന്നാൽ നമ്മുടെ സഭയിൽ 3-ാം നിലയില്ലല്ലോ. അതിനാൽ താഴെ വീഴുന്ന കഴുത്തൊടിയുമെന്ന പേടി വേണ്ട. എങ്കിലും പ്രഭാഷണ വേളയിൽ പലരും തന്നെ മാടി വിളിക്കുന്നതായി നമ്മുടെ സഭാ ശുശ്രൂഷകനും ക്രിസ്തുവിൽ പ്രസിദ്ധനുമായ പാസ്റ്റർ സാം ജോസ് അറിയിച്ചിട്ടുണ്ട്. പ്രസംഗവേളയിലെ ഉദ്ധരണിയിൽ കർത്തദാസൻ അറിയിച്ചതുപോലെ തനിക്ക് കർത്താവിനെയും സഭയിൽ ഉറങ്ങുന്നവരെയും മാത്രമാണ് ഭയം. അതിനാൽ ഇനി മുതൽ ആരും കർത്തദാസനെ ഭയപ്പെടുത്തരുതെന്ന് അറിയിക്കുന്നു. യാത്രാ കപ്പൽ തകർന്നു. നടുക്കം മാറാതെ യാത്രക്കാർ. തടവുകാരുമായി ഇതല്ലിക്ക് പോയിക്കൊണ്ടിരുന്ന യാത്രാ കപ്പൽ തകർന്നു. ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റ് കപ്പലിന്റെ ദിശ തെറ്റിച്ചതാണ് അപകട കാരണം. ഈ യാത്രയിൽ കപ്പലിനും ചരക്കുകൾക്കും ഏറിയ നഷ്ടം വരുമെന്ന് സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും കപ്പിത്താനും ഉടമസ്ഥരും യാത്ര തുടരുവാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈശാനുമൂലൻ എന്ന കൊടുങ്കാറ്റ് ശക്തമായതിനെ തുടർന്ന് കപ്പൽ പൂർണ്ണമായും തകർന്നു. ആളപായങ്ങളില്ല. യാത്രക്കാർ രക്ഷപ്പെട്ടെങ്കിലും ചരക്കുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ചിലവ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. യേശു തന്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. താൻ പോയതുപോലെ മടങ്ങി വരുമെന്നും അതുവരെയുള്ള സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ എത്രയും വേഗം നൽകുമെന്നും വാഗ്ദത്തം ചെയ്തിട്ടുമാണ് പോയതെന്ന് ശിഷ്യന്മാർ അറിയിക്കുന്നു. ഇപ്പോൾ ശിഷ്യന്മാർ മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ അറിയിക്കുന്നതിന് നമ്മോടൊപ്പം ഗ്രേസ് ചേരുന്നു. ഗ്രേസ്, അവിടുത്തെ നിലവിലത്തെ സ്ഥിതി എന്താണ്? ഞാനിപ്പോൾ ഉള്ളത് മർക്കോസിന്റെ മാളികമുറിയിലാണ്.
ഇവിടെ ഇപ്പോൾ ശക്തമായ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലനാണ് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 120 പേരോളം നിലവിൽ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരാധനയുടെ ശബ്ദം കേട്ട് ധാരാളം ജനങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു കൂടിയിട്ടുണ്ട്. ചിലർ കൂടി വന്നിരിക്കുന്നവരുടെ ഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിലവിൽ ഞാൻ കാണുന്നത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇത് അവരുടെ മേൽ പതിക്കുന്നു. ഷിജി ഹലോ ഹലോ ഗ്രേസ് ഗ്രേസ്, എനിക്കും നിൽക്കുവാൻ കഴിയാത്ത ഒരു ആത്മസാന്നിധ്യം. ഹലോ ഗ്രേസ്, കേൾക്കുന്നുണ്ടോ? ഹലോ ഗ്രേസും ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായിരിക്കാം ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദ്യ മാതാപിതാക്കളെ ഏദനിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ച് സ്വർഗീയ കോടതി. പ്രശസ്ത പ്രവാചകൻ ഹാനോക്കിനെ കാണാതെയായി. തിരച്ചിൽ തുടരുന്നു. പുഴയിൽ ഒഴുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത് മിസ്രൈം രാജകുമാരി. കുഞ്ഞിന് മോശ എന്ന് പേരിട്ടു. ഇതല്യ തുറമുഖത്ത് നിന്ന് യാത്ര പുറപ്പെട്ട യാത്രാ കപ്പൽ തകർന്നു. നടുക്കം മാറാതെ യാത്രക്കാർ. അനധികൃത കെട്ടിടത്തിന്റെ പണി താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതോടെ ഈ വർഷത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായൊരു പാട്ട് അഭിഷേക്. With everlasting love, Jesus loves me with everlasting love, more than my mother ever loved me, more than world ever gave for me. Jesus loves me with everlasting love. Jesus loves me with everlasting love, more than my mother ever loved me, more than world ever gave for me. Jesus, my Lord, I never forsake you. Jesus, my Lord, I never forsake you. I will love and live with you. I will be a true witness. Jesus, my Lord, I never forsake you. Jesus, my Lord, I never forsake you. I will love and live with you. I will be a true witness to do your will, to be like you, to do your will, to be like you. Come with me on your marble set. My word says since in my love, to do your will, to be like you, to do your will, to be like you. Come with me on your marble set. My word says since in my love. അടുത്തതായൊരു സംവാദമാണ്. ഷിജി ആൻഡ് സബിത. ഞങ്ങളുടെ പ്രോഗ്രാം 7ഉം 5ഉം തമ്മിലുള്ള വാദം. വേദപുസ്തകത്തിലെ സംഭവങ്ങളോടനുബന്ധിച്ച് 5ഉം 7ഉം അക്കങ്ങൾ തമ്മിലുള്ള സംവാദമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ നിർമ്മിച്ചതാം ആഴ്ചയിൽ ദിനം 7. ആദത്തിന് നിർമ്മിച്ചതാം പഞ്ചേന്ദ്രിയങ്ങൾ 5. ഇമ്മാനുവേൽ തൻ ക്രൂശിലെ അന്തിമൊഴികൾ 7. ദാവീദിന്റെ കീഴ്ചയിലെ കല്ലുകളും 5. ശിംശോന്റെ തലയിലെ ശക്തി ജഡമുടികളും 7. ബെത്സൈദ കുളത്തിലെ മണ്ഡപങ്ങളും 5. ദൈവക്രോധത്തിന്റെ കലശങ്ങൾ 7. യേശുരാജ വാഴ്ത്തി നൽകിയ അല്പങ്ങളും 5. തിന്ന് തൃപ്തരായ ജനങ്ങളും 5000 തന്നെ. യേശുരാജ വാഴ്ത്തി നൽകിയ അപ്പങ്ങളും 7. തിന്ന് തൃപ്തരായ ശേഷം വന്ന വട്ടികളും 7. യേശുവിൽ നിന്ന് ചൊരിഞ്ഞ മുറിവുകളും 5. എരിഹോ മതിൽ തകർക്കുവാൻ ഊതിയ കാഹളവും 7. കാത്തിരുന്ന ബുദ്ധിയുള്ള കന്യകമാർ 5. എണ്ണയിലെ ബുദ്ധിഹീനരായ കന്യകമാർ 5. സ്വർഗപുരി തന്നിലുള്ള പൊൻവിളക്കുകളും 7. യജമാനൻ ഭൃത്യനേകിയ താലന്തുകളും 5. വ്യാപാരത്തിൽ വന്നു കിട്ടിയ താലന്തുകളും 5. മഗ്ദലൻ മറിയത്തെ വിട്ട ഭൂതം 7. മോശ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങളും 5. കുഷ്ഠം തീർക്കാൻ നയമാൻ സ്നാനമേറ്റതും 7. ബാബേൽ രാജാവ് സ്വപ്നം കണ്ട ബിംബവസ്തു 5. യേശുവിനെ വിസ്തരിച്ച കോടതിയും 5. ഫറവോൻ രാജൻ കണ്ട നെൽക്കതിർ 7. വീണ്ടും കണ്ട പതിർക്കതിരും 7. അതിലൂടെ കണ്ടതായ ഗോക്കളും 7. മിസ്രൈം രാജ്യം തന്നിൽ വന്ന ക്ഷാമകാലവും 7. വീണ്ടും തന്നിൽ വന്ന ക്ഷേമകാലവും 7.
ഒരേ സമയം ഒരുമിച്ചതുപോലെ 5 വട്ടം ചൊല്ലിയിടാൻ നിനക്ക് കഴിയുമെങ്കിൽ നമുക്കിനിയും പൊരുതിയിടാം. ഇരുവർ തമ്മിൽ തർക്കമുണ്ടായാൽ ഒരുവർക്കേ ജയമുള്ളൂ. അതുകൊണ്ട് നമുക്കിനി തർക്കിക്കുന്നത് നന്നല്ല. 7ഉം 5ഉം തമ്മിൽ കൂടിച്ചേർന്നാൽ 12. യാക്കോബിന്റെ മക്കളായ ആണുങ്ങളും 12. പീഠം പണിയാൻ നാഥൻ ചൊല്ലിയ കല്ലുകളും 12. യേശുവിന്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരും 12. കീർത്തി കേട്ട യെരുശലേമിൻ ഗോപുരവും 12. യേശു ശാസ്ത്രിമാരുമായി തർക്കിപ്പിച്ചപ്പോൾ വയസ്സ് 12. ഇനിയും നമ്മൾ ചൊല്ലിയിടുന്നത് ഏകമായി കുറഞ്ഞിടും, ഏകമെന്ന വാക്കിൽ തന്നെ വന്നു നിന്നിടും. യൂദ ഇസ്കരിയോത്ത് പോയ ശേഷം ശിഷ്യന്മാരിൽ 11. കൽപ്പനകളിലുള്ള കൽപ്പനകൾ 10. നന്ദിഹീനരായ കുഷ്ഠരോഗികൾ 9. നോഹയുടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടവർ 8. പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട സഭകളും 7. സുവിശേഷ പുസ്തകങ്ങൾ കാനാവിൽ വീഞ്ഞുണ്ടാക്കിയ കൽപാത്രങ്ങൾ 6. യേശുവിന്റെ മേനിയിലെ മുറിവുകളും 5. സുവിശേഷ പുസ്തകങ്ങൾ 4. ദൈവത്തിന്റെ ആളത്വങ്ങൾ 3. ഏതേനിലെ മനുഷ്യവർഗം 2. സർവ്വലോകവും സൃഷ്ടി ചെയ്ത സൃഷ്ടിതാവ് 1. ഏകയാഗം തന്നിൽ നിന്ന് അക്കങ്ങൾ തുടരുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ 1. സത്യസഭയ്ക്ക് അധിപതിയാം രക്ഷകനും 1. എളിയവരാകും ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. സൗരി സമാജത്തിൻ്റെ പ്രോഗ്രാമിൽ ആ താലന്ത് പരിശോധനയിൽ സമ്മാനങ്ങൾ നേടിയ ഷീബ ആൻഡ് പാർട്ടി മുമ്പോട്ട് വന്ന ഒരു ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുമ്പോൾ അധ്യാപകരും അവരോടൊരുമിച്ച് ചേർന്ന് നിൽക്കും. ദൈവം സഹായിക്കട്ടെ. പാടും ഞാൻ, കാണും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കാണും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കാണാൻ വാഞ്ചിച്ച ശുദ്ധരെ കാണാം, എന്തൊരാനന്ദം വന്നാളിലുണ്ടാം. കാണാൻ വാഞ്ചിച്ച ശുദ്ധരെ കാണാം, എന്തൊരാനന്ദം വന്നാളിലുണ്ടാം. ആനോക്കുണ്ടാകും, ഏലിയാവുണ്ടാകും, മോശയുണ്ടാകും, ദാവീദുണ്ടാകും, അബ്രഹാമുണ്ടാകും. ഞാനും കാണും നിശ്ചയം ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കാണും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കാണും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. ജീവവൃക്ഷത്തിൻ ഫലം ഭക്ഷിക്കാം, ജീവമുറവയിൽ ഗാനം ചെയ്തിടാം. ജീവവൃക്ഷത്തിൻ ഫലം ഭക്ഷിക്കാം, ജീവമുറവയിൽ ഗാനം ചെയ്തിടാം. പത്രോസുണ്ടാകും, പൗലോസുണ്ടാകും, യാക്കോബുണ്ടാകും, തീത്തോസുണ്ടാകും, അപ്പൊല്ലോസുണ്ടാകും. ഞാനും കാണും നിശ്ചയം ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കാണും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. കാണും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും
ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. Praise Lord. Greet you all in the matchless and marvelous name of Jesus Christ, who is the ruler, the King of Kings, the Lord of Lords, who alone is immortal and who lives in inapproachable light, who no one has seen or can see. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒന്നിനെ പറ്റിയാണ്. Today I'm going to talk here about the most precious thing in the world. അത് ദൈവസ്നേഹമാണ്. It's God's love. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനോടുള്ള സ്നേഹം. The love of the Creator towards its creation. യോഗ്യരല്ലാത്ത വെറും പാപികളായ നാം ഓരോരുത്തരുടെ മേലും പ്രദർശിപ്പിക്കട്ടെ ആ ദൈവസ്നേഹത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. So now let's think about the love that fall upon us, the mere sinners, to the ones who are not worthy of it. ഈ വിഷയത്തെ ആധാരമാക്കി നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. Let's read a verse based on this. Read John chapter 3 verse 16. നമുക്കറിയാം ഏതൊരു പിതാവിനും തൻ്റെ മകനോട് അല്ലെങ്കിൽ മകളോട് വളരെ സ്നേഹമാണ്. We know that every father loves his own son or daughter so much. നമ്മോട് നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ വളരെ സ്നേഹമാണല്ലേ? And his dad and mom loves us very much, right? ഇതുപോലെ പിതാവായ ദൈവത്തിന് തൻ്റെ പുത്രനായ യേശുവിനെ വളരെ സ്നേഹമാണ്. Like this, the Almighty Father loves his one and only son Jesus so much. എന്നാൽ ആ സ്വന്തം പുത്രനെ ദൈവം ക്രൂശിൽ യാഗമാക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? But why did God desire to sacrifice his one and only son Jesus on the cross? അത് നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കാനാണ്. ആ നിത്യമായ സ്നേഹത്തിൽ നാം വസിക്കേണ്ടതിനാണ്. It is for us to be saved and that we may reign in that eternal heaven. വെറും പാപികളായ നാം നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് ദൈവം എന്നെയും നിങ്ങളെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. God loved you, me, and so that we are mere sinners would not perish and inherit that eternal heaven. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഒന്നാമതായി തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം പാപികളാണ്. My dear children, there is one thing we should understand first, that we are mere sinners. സങ്കീർത്തനം 51:5 ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. Psalms chapter 51 verse 5 says that, surely I was sinful at birth, sinful from the time my mother conceived me. നാം ജനിക്കുമ്പോൾ തന്നെ പാപികളായാണ് ജനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ അനേകം പാപ സ്വഭാവങ്ങളും നമ്മിലുണ്ട്. As we all are born as sinners, and when we examine our lives, we can see that many sinful traits in our life. നാം സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ട്. When we go to school or college, we might do many things which is unpleasant to God. ദൈവവചനം ഇപ്രകാരം പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന്. ഈ വചനം പറയുന്നത് പോലെ നാം ഓരോരുത്തരും അനുസരിക്കുന്നുണ്ടോ? Bible says that blessed is the one who does not walk in step with the wicked, or stand in the way that sinners take, or sit in the way that sinners take, or sit in the company of mockers. But do we obey as the Bible says? എഫേസ്യർ 6:1 ഇപ്രകാരം പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എത്ര മക്കളാണ് അമ്മയപ്പനെയും മുതിർന്നവരെയും അനുസരിക്കുന്നത്? Ephesians chapter 6 verse 1 says that, children, obey your parents in the Lord, for this is right. But how many of you are obeying your parents and elders? ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ അനേകം കുഞ്ഞുങ്ങൾ ഓൺലൈൻ ഗെയിമിനും സീരീസിനും സിനിമയ്ക്കും മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാവിധ ലോകമോഹങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Nowadays, many kids are addicted to the online games, series, movies, alcohol, drugs at a very young age. അവർക്കാർക്കും ദൈവത്തെ സ്തോത്രം പറയേണ്ട, പാട്ട് പാടേണ്ട വായു കൊണ്ട് സിനിമാ പാട്ട് പാടി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും ഉപയോഗിക്കേണ്ട സമയം വെറുതെ മൊബൈൽ ഫോൺ നോക്കി വീണ്ടും വീണ്ടും പാപങ്ങൾക്ക് നാം ഓരോരുത്തരും വഴി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. The mouth which is meant to praise God and the sound which is meant to sing for the God is now used to sing film songs, and the time which is meant to pray and read Bible is now used to scroll the phone, and it will lead to the other sins. പല കാര്യങ്ങളും നമുക്കറിയാം നാം ചെയ്യുന്നത് പാപമാണെന്ന്. എന്നാൽ അതിൽ നിന്ന് വിട്ടുതിരിയുവാൻ നമുക്ക് പലർക്കും ഇന്ന് കഴിയുന്നില്ല. We know that many things which are sinful, but we don't know how to escape from that. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഒരിക്കൽ കൂടി ഇനി ഞാനിത് ചെയ്യില്ല എന്ന് നമ്മുടെ ചിന്ത ഉള്ളിൽ വരും. അങ്ങനെ നാം വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. The first reason is that
we say one more time, I will not do it again, and hereafter we will do it, repeat after and again. രണ്ടാമത്തെ കാര്യം, നമുക്ക് പലർക്കും അറിയില്ല നമ്മൾ ഈ അഡിക്റ്റായിപ്പെട്ട ഇതിൽ നിന്ന് എപ്രകാരം നമുക്ക് പിന്നെ പുറത്ത് കിടക്കണമെന്ന് നമുക്ക് പലർക്കും കഴിയാത്തൊരവസ്ഥയാണ്. The second reason is that we don't know how to escape from this. പല അഡിക്ഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. ചില വസ്തുക്കളോട്, വ്യക്തികളോടുള്ള അഡിക്ഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. Of course, we have many addictions in our life, like addiction to things, to people, etc. പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലെന്ന് നാം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നു. And we will think that, oh, I don't have any escape from this. പക്ഷെ പ്രിയ ദൈവ പൈതലേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അവൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. So my dear child, I want to say to you that there is one dad in heaven who loves you so much. ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയും. That God can save you. ഈ ലോകത്തിൽ വളരെ കുറച്ചു കാലം മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ, എന്നിട്ട് നാം മരിക്കും. We will only live a few years in this world, and after that we all will die. മരണശേഷം സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ്. The choice is left for us to decide whether go to heaven or to hell. പാപം ചെയ്ത് നരകത്തിൽ പോകണോ അതോ നീതിമാനായി ജീവിച്ച് സ്വർഗത്തിൽ പോകണമോ? നമുക്ക് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഇത്ര വലിയ ലക്ഷ്യം നമുക്ക് ലഭിക്കാൻ നാം ഒന്നും വിശ്വസിച്ചാൽ മാത്രം മതി. Do you want to sin and go to hell, or do you want to live righteously and go to heaven? Our aim is heaven. We only need to believe to get such a great salvation. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല. We might think sometimes that there is no one to love me, no one likes me. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, നമ്മെ മറ്റാരും സ്നേഹിച്ചില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. But today I say to you that if no one likes me, there is one God who loves you so much, and he is in heaven. 1 യോഹന്നാൻ 3:1 നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. 1 John chapter 3 verse 1, it's a very familiar verse to us. It says that, see what great love the Father has lavished on us, that we should be called the children of God. As what a great love the Lord has shown us. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. പലപ്പോഴും നാം ദൈവസ്നേഹത്തിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്, അകന്നു പോയിട്ടുണ്ട്. Many times we have run away from the Lord. എന്നാൽ ദൈവം അനന്യനായി ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. But he remains the same and still wait for us. നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 4:8 ഇപ്രകാരം പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. There is one thing we should do. James chapter 4 verse 8 says that, come near to God and he will come near to you. എത്ര പേർ കർത്താവിന്റെ അടുക്കൽ വരുവാൻ തയ്യാറാണ്? എല്ലാ പൈതങ്ങളും, സൺഡേ സ്കൂളിലുള്ള എല്ലാ പൈതങ്ങളും ഒന്ന് മുഴങ്കാലിൽ നിൽക്കാമോ? എല്ലാ കുഞ്ഞു പൈതങ്ങളും നിങ്ങളുടെ മുഴങ്കാൽ മടക്കി ഒന്ന് നിൽക്കാമോ? എല്ലാവരും ആ കൈകളൊന്ന് ചേർത്ത് കൂപ്പി, ആ കൈ നെഞ്ചോട്, നിങ്ങളുടെ വലങ്കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന വാചകം നമുക്ക് ഏറ്റു പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പാ ഞാനൊരു പാപിയാണ്, അങ്ങനെ രക്ഷിക്കണം, അങ്ങയുടെ കൃപ എനിക്ക് വേണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ പകരണം, വരും ദിവസങ്ങളിൽ സ്നാനത്തിനായി എന്നെ ഒരുക്കണം, അങ്ങയുടെ നല്ലൊരു മകനായി മകളായി ജീവിക്കാൻ എന്നെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. വചനമാണ് നമ്മുടെ വഴികാട്ടി. Dear friends, you should pray and read Bible daily because the word is our guide. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. നാം നടക്കേണ്ടുന്ന വഴി അവൻ പറഞ്ഞു തരും. The Holy Spirit will talk to you through the word and it will tell us in which way you should go. ഇന്ന് തന്നെ നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നാം മാനസാന്തരപ്പെടണം. Today itself you must confess your sins to God and repent. അപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെ മേലും പകരും. Then God will send the Holy Spirit upon you. സ്നാനത്തിനായി ഒരുങ്ങുക. Prepare for baptism. ഇനിയുള്ള ജീവിതം ഞാൻ എൻ്റെ കർത്താവിനായി മാത്രം ജീവിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെ ഈ വർഷത്തെ അവസാനത്തെ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് മടങ്ങാം. Leave the last Sunday meeting of the year with a firm decision that I will live my life for Christ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന വാക്കോടെ എൻ്റെ ചെറിയ പ്രസംഗത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. May the Lord help you and bless you all. Amen.
സ്നേഹം പാടുവാൻ നിൻ നാമം ഉയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ അങ്ങേ പുകഴ്ത്തുവാൻ നിൻ സ്നേഹം പാടുവാൻ നിൻ നാമം ഉയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ അങ്ങേ പുകഴ്ത്തുവാൻ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും കർത്തനാമേ യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ കർത്തനാമേ യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ഇതുവരെ പരമേശ്വരാ എന്നോടു കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുന്നിലാ ഇതുവരെ പരമേശ്വരാ എന്നോടു കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുന്നിലാ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ഇന്നലെ ഇന്ന് നാളെ
പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. അതിനു മുൻപേ ഇംഗ്ലീഷ് നാട്ടിൽ പെന്തക്കോസ്തിൻ വേരു പിടിച്ചു. അതിനു മുൻപേ ഇംഗ്ലീഷ് നാട്ടിൽ പെന്തക്കോസ്തിൻ വേരു പിടിച്ചു. പടവലം പോലൊരു കേരള നാട്ടിൽ 2 3 അപ്പച്ചന്മാർ. പടവലം പോലൊരു കേരള നാട്ടിൽ 2 3 അപ്പച്ചന്മാർ. വചനം കേട്ടു വചനം കേട്ടു വചനം കേട്ടു ബോധ്യം വന്നു, സ്വന്തം സഭയതു വിട്ടതുപോലും. വചനം കേട്ടു വചനം കേട്ടു വചനം കേട്ടു ബോധ്യം വന്നു, സ്വന്തം സഭയത് വിട്ടതുപോലും. സത്യമറിഞ്ഞവർ എല്ലാം കൂടെ പയ്യെ പയ്യെ ഒന്നായി ചേർന്നു. സത്യമറിഞ്ഞവർ എല്ലാം കൂടെ പയ്യെ പയ്യെ ഒന്നായി ചേർന്നു. പഴികൾ കേട്ടു പഴികൾ കേട്ടു പഴികൾ കേട്ടു നിന്ന സഹിച്ചു, എന്നിട്ടും അവർ ഇങ്ങനെ പാടി. പഴികൾ കേട്ടു പഴികൾ കേട്ടു പഴികൾ കേട്ടു നിന്ന സഹിച്ചു, എന്നിട്ടും അവർ ഇങ്ങനെ പാടി. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. സുവിശേഷത്തിൻ ശബ്ദമതൊന്നും ദേശമതെല്ലാം മാറ്റൊലി കൊണ്ടു. സുവിശേഷത്തിൻ ശബ്ദമതൊന്നു ദേശമതെല്ലാം മാറ്റൊലി കൊണ്ടു. രാപ്പകലില്ല ഈ ഭക്തന്മാർ സുവിശേഷവുമായി ഓടി നടന്നു. രാപ്പകലില്ല ഈ ഭക്തന്മാർ സുവിശേഷവുമായി ഓടി നടന്നു. വിശപ്പതില്ല ദാഹവുമില്ല യേശുവിൻ സാക്ഷ്യം അതൊന്നേ ലക്ഷ്യം. വിശപ്പതുമില്ല ദാഹവുമില്ല യേശുവിൻ സാക്ഷ്യം അതൊന്നേ ലക്ഷ്യം. നാടുവെടിഞ്ഞു വീട് വെടിഞ്ഞു പാരമ്പര്യം അത് പാടെ വിട്ടു. നാടുവെടിഞ്ഞു വീട് വെടിഞ്ഞു പാരമ്പര്യം അത് പാടെ വിട്ടു. അക്കാലത്തെ ഭക്തന്മാർക്ക് പെന്തക്കോസ്തിൻ അനുഭവം മാത്രം. അക്കാലത്തെ ഭക്തന്മാർക്ക് പെന്തക്കോസ്തിൻ അനുഭവം മാത്രം. ധനമതു വേണ്ട പദവികൾ വേണ്ട ക്രിസ്തുവിൻ നിന്ന ഞങ്ങൾക്കുചിതം. ധനമതു വേണ്ട പദവികൾ വേണ്ട ക്രിസ്തുവിൻ നിന്ന ഞങ്ങൾക്കുചിതം. പ്രിയമുള്ളവരെ, ഇതായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവം. വേർപാടും വിശുദ്ധിയും അവർ കാത്തു സൂക്ഷിച്ചു. വെടിയേണ്ടതും വിടേണ്ടതും പലതും അവർ വെടിഞ്ഞു. ക്രിസ്തുവിന് വേണ്ടി പലതും സഹിച്ചു. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ കൂട്ടാളിയായി തീർന്നു. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് അവർ എണ്ണി. അവരുടെ വിശ്വസ്തത കണ്ടിട്ട് അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ആ തലമുറകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാം. കാലം പലതും അങ്ങനെ പോയി സഭകൾ പലതും അങ്ങിങ്ങായി. കാലം പലതും അങ്ങനെ പോയി സഭകൾ പലതും അങ്ങിങ്ങായി. സഭകൾ ഭരിപ്പാൻ ഇടയന്മാരെ ദൈവം തന്നെ കൽപ്പിച്ചാക്കി. സഭകൾ ഭരിപ്പാൻ ഇടയന്മാരെ ദൈവം തന്നെ കൽപ്പിച്ചാക്കി. മുൻപ് പറഞ്ഞ അപ്പച്ചന്മാർ മക്കൾ തങ്ങളുടെ കാലം വന്നു. മുൻപ് പറഞ്ഞ അപ്പച്ചന്മാർ മക്കൾ തങ്ങളുടെ കാലം വന്നു. കൂരകൾ പോയി കൂരകൾ പോയി കൂരകൾ പോയി ഇരുനില വീടായി കപ്പയും മീനും ബിരിയാണിയുമായി. കൂരകൾ പോയി കൂരകൾ പോയി കൂരകൾ പോയി ഇരുനില വീടായി കപ്പയും മീനും ബിരിയാണിയുമായി. വിശ്വാസികളിൽ നല്ലൊരു കൂട്ടം ഫ്ലൈറ്റിൽ കയറി ഗൾഫിൽ പോയി. വിശ്വാസികളിൽ നല്ലൊരു കൂട്ടം ഫ്ലൈറ്റിൽ കയറി ഗൾഫിൽ പോയി. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടം ഫ്ലൈറ്റ് പിടിച്ചു UK പോയി. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടം ഫ്ലൈറ്റ് പിടിച്ചു UK പോയി. 4 പണത്തിന് ഗതിയില്ലാത്തോർ ഡോളർ കണ്ടിട്ട് താഴ്ത്തി പിടിച്ചു. 4 പണത്തിന് ഗതിയില്ലാത്തോർ ഡോളർ കണ്ടിട്ട് ആർത്തി പിടിച്ചു. ഗ്രഹണി പിടിച്ച പിള്ളേരൊക്കെ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ. ഗ്രഹണി പിടിച്ച പിള്ളാരൊക്കെ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ. ബാങ്ക് അക്കൗണ്ടിൽ സ്ഥലമില്ലാത്തോർ ഇപ്പോൾ നോട്ടം റിയൽ എസ്റ്റേറ്റിൽ. ബാങ്ക് അക്കൗണ്ടിൽ സ്ഥലമില്ലാത്തോ ഇപ്പോൾ നോട്ടം റിയൽ എസ്റ്റേറ്റിൽ. 10 ഏക്കർ സ്ഥലം എഴുതിച്ചിട്ട് സിമ്പിൾ ലൈഫിൽ കഥകൾ പറയും. 10 ഏക്കർ സ്ഥലം എഴുതിച്ചിട്ട് സിമ്പിൾ ലൈഫിൽ കഥകൾ പറയും. കൊട്ടാരം പോൽ വീട് പണിതു 2 ആൾ പൊക്കം അതിലും തീർത്തു. കൊട്ടാരം പോൽ വീട് പണിതു 2 ആൾ പൊക്കം അതിലും തീർത്തു. ഞായറാഴ്ചകളിൽ സഭയിൽ വന്നിട്ട് ഈ വിദ്വാൻമാർ ഇങ്ങനെ പാടും. ഞായറാഴ്ചകളിൽ സഭയിൽ വന്നിട്ട് ഈ വിദ്വാൻമാർ ഇങ്ങനെ പാടും.
ലോകം വേണ്ട വീടും വേണ്ട, സ്വർഗം തന്നെ ഞങ്ങളുടെ ഭവനം. ലോകം വേണ്ട വീടും വേണ്ട, സ്വർഗം തന്നെ ഞങ്ങളുടെ ഭവനം. സ്വർണം വേണ്ട വെള്ളിയും വേണ്ട, കയ്യിൽ പക്ഷേ റോളക്സ് വാച്ച. സ്വർണം വേണ്ട വെള്ളിയും വേണ്ട, കയ്യിൽ പക്ഷേ റോളക്സ് വാച്ച. കണ്ണടയാണ് സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു പ്ലാറ്റിനം ഫ്രെയിമാ. കണ്ണടയാണ് സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു പ്ലാറ്റിനം ഫ്രെയിമാ. കുന്നും മലയും കയറിയവർക്ക് ഇപ്പോൾ ലിഫ്റ്റില്ലാതെ ഇപ്പോൾ വയ്യ. കുന്നും മലയും കയറിയവർക്ക് ഇപ്പോൾ ലിഫ്റ്റില്ലാതെ ഇപ്പോൾ വയ്യ. മറ്റൊരു പ്രോഗ്രാം ഇല്ലെന്നാലോ, എന്നാൽ പിന്നെ ചർച്ചിൽ പോകാം. മറ്റൊരു പ്രോഗ്രാം ഇല്ലെന്നാലോ, എന്നാൽ പിന്നെ ചർച്ചിൽ പോകാം. പെൻസിൽ പോലെ ഗൾഫിൽ പോയവർ ഇപ്പോൾ കണ്ടാൽ ജാക്ക് ഫ്രൂട്ട് പോലെ. പെൻസിൽ പോലെ ഗൾഫിൽ പോയവർ ഇപ്പോൾ കണ്ടാൽ ജാക്ക് ഫ്രൂട്ട് പോലെ. ഷുഗറും ജാസ്തി പ്രഷറും ജാസ്തി, കൊളസ്ട്രോൾ ആണോ പറയുക വയ്യ. ഷുഗറും ജാസ്തി പ്രഷറും ജാസ്തി, കൊളസ്ട്രോൾ ആണ് പറയുക വയ്യ. ഇനി സഹോദരിമാരുടെ കാര്യം പറയുകയാണെങ്കിലോ, ചട്ടയും മുണ്ടും പണ്ടാണെങ്കിൽ ഇപ്പോൾ ഫാഷൻ ചുരിദാറാണ്. ചട്ടയും മുണ്ടും പണ്ടാണെങ്കിൽ ഇപ്പോൾ ഫാഷൻ ചുരിദാറാണ്. തുണി മേടിക്കാൻ കാശില്ലാതെ അതിനുമിറക്കം തീരെ പോരാ. തുണി മേടിക്കാൻ കാശില്ലാതെ അതിനുമിറക്കം തീരെ പോരാ. പണ്ടാണെങ്കിൽ ഞായറാഴ്ചകളിൽ സാരി ധരിക്കും വെള്ളയതാണ്. പണ്ടാണെങ്കിൽ ഞായറാഴ്ചകളിൽ സാരി ധരിക്കും വെള്ളയതാണ്. ഇന്നാണെങ്കിൽ ഞായറാഴ്ചകളിൽ പളപളമിന്നും പട്ടു ധരിക്കും. ഇന്നാണെങ്കിൽ ഞായറാഴ്ചകളിൽ പളവളമിന്നും പട്ടു ധരിക്കും. 2 അടി 3 ഇഞ്ചുള്ളവർ പോലും 5 അടി ഹൈ ഹീൽ കൊണ്ടു നടപ്പ. 2 അടി 3 ഇഞ്ചുള്ളവർ പോലും 5 അടി ഹൈ ഹീൽ കൊണ്ടു നടപ്പ. ഗ്രോസറി ഷോപ്പിൽ പോകാൻ പോലും കോച്ചിങ് ബാഗ് അത് കയ്യിൽ വേണം. ഗ്രോസറി ഷോപ്പിൽ പോകാൻ പോലും കോച്ചിങ് ബാഗ് അത് കയ്യിൽ വേണം. ഇവരുടെ പിന്നിൽ ബാഗും തൂക്കി പാവം ഹസ്ബൻഡ് ഓടി നടപ്പ. ഇവരുടെ പിന്നിൽ ബാഗും തൂക്കി പാവം ഹസ്ബൻഡ് ഓടി നടപ്പ. എന്നെ കേൾക്കും സോദരിമാരെ, ഭക്തർക്ക് ഈ ഗതി യോഗ്യമതാണോ? എന്നെ കേൾക്കും സോദരിമാരെ, ഭക്തർക്ക് ഈ ഗതി യോഗ്യമതാണോ? പണ്ടൊരു കാലം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന പതിവുണ്ടെങ്കിൽ, പണ്ടൊരു കാലം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന പതിവുണ്ടെങ്കിൽ, ഇന്നതു മാറി നമ്മുടെ വീട്ടിൽ ആ സമയത്ത് സീരിയൽ മേളം. ഇന്നതു മാറി നമ്മുടെ വീട്ടിൽ ആ സമയത്ത് സീരിയൽ മേളം. കാശതു വയ്ക്കാൻ സ്ഥലമതു പോരാ, ആവശ്യക്കാർ ചോദിച്ചാലോ? കാശതു വയ്ക്കാൻ സ്ഥലമത് പോരാ, ആവശ്യക്കാർ ചോദിച്ചാലോ? ഇല്ലായ്മയുടെ പാണ്ഡം മുഴുവൻ അവരുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യും. ഇല്ലായ്മയുടെ ഭാണ്ഡം മുഴുവൻ അവരുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യും. സ്തുതിഗീതങ്ങൾ കേട്ടൊരു വീട്ടിൽ ഇപ്പോൾ മൊത്തം റാപ്പും പോപ്പും. സ്തുതിഗീതങ്ങൾ കേട്ടൊരു വീട്ടിൽ ഇപ്പോൾ മൊത്തം റാപ്പും പോപ്പും. ഭക്തന്മാരുടെ മക്കൾ മുഴുവൻ ഇപ്പോൾ ഫേസ്ബുക്ക് മെമ്പേഴ്സ് ആണ്. ഭക്തന്മാരുടെ മക്കൾ മുഴുവൻ ഇപ്പോൾ ഫേസ്ബുക്ക് മെമ്പേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ വിശ്വാസഗോളത്തിൻ്റെ അവസ്ഥ. ഇതിൻ്റെ മധ്യത്തിൽ നാം എങ്ങനെയെന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമല്ലേ? 5 10 പണ്ടാണെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ സ്ഥലം അത് പോരാ. 5 10 രണ്ടാണെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ സ്ഥലം അത് പോരാ. തലയുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ വേറെ ചിലതിനു കുറവ് ഭവിച്ചു. തലയുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ വേറെ ചിലതിന് കുറവ് ഭവിച്ചു. തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാൻ ഒരു ചെറു വിഷമം പോലെ. തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാൻ ഒരു ചെറു വിഷമം പോലെ. കണ്ടാൽ ഒരു ചെറു സെക്കൻഡ് ഉണ്ട് ആർക്കോ വേണ്ടി ചെയ്യണ പോലെ. കണ്ടാൽ ഒരു ചെറു ഷേക്കാനുണ്ട് ആർക്കോ വേണ്ടി ചെയ്യണ പോലെ. ഞായറാഴ്ചകളിൽ അപ്പം മുറിക്കും കുട്ടികൾ അവിടെ കേക്ക് മുറിക്കും. ഞായറാഴ്ചകളിൽ അപ്പം മുറിക്കും കുട്ടികൾ അവിടെ കേക്ക് മുറിക്കും. വചനം പറയും ടൈമിൽ പോലും നമ്മുടെ ശ്രദ്ധ യൂട്യൂബുകളിൽ. വചനം പറയും ടൈമിൽ പോലും നമ്മുടെ ശ്രദ്ധ യൂട്യൂബുകളിൽ. ആരെങ്കിലും അത് കണ്ടാൽ പിന്നെ അപ്പോൾ ഫോണിൽ ബൈബിൾ തുറക്കും. ആരെങ്കിലും അത് കണ്ടാൽ പിന്നെ അപ്പോൾ ഫോണിൽ ബൈബിൾ തുറക്കും. എല്ലാം കഴിഞ്ഞ് ടി വി വിദ്വാൻമാർ കണ്ണുമടച്ചിട്ടിങ്ങനെ പാടും. എല്ലാം കഴിഞ്ഞ് ടി വി വിദ്വാൻമാർ കണ്ണുമടച്ചിട്ടിങ്ങനെ പാടും. ഭക്തർ ഞങ്ങൾ ഭക്തർ ഞങ്ങൾ ഭക്തർ വലിയ ഭക്തർ ഞങ്ങൾ ഭക്തർ ഞങ്ങൾ ഭക്തർ ഞങ്ങൾ ഭക്തർ വലിയ ഭക്തർ ഞങ്ങൾ. പണ്ടപ്പച്ചൻ കണ്ണീർ വാർത്തു മക്കളെല്ലാം അക്കരയാക്കാൻ. പണ്ടപ്പച്ചൻ
ഇന്നച്ഛൻ കണ്ണീർ വാർത്തു മക്കളെ എല്ലാം അക്കരയാക്കാൻ. ഇന്നമ്മച്ചി കണ്ണീർ തൂകി മക്കളെ ഒന്നിനെ ഇക്കരെ കാണാൻ. ഇന്നമ്മച്ചി കണ്ണീർ തൂകി മക്കളെ ഒന്നിനെ ഇക്കരെ കാണാൻ. വിശ്വാസികളാം കൂട്ടാളികളെ ലക്ഷ്യം തെറ്റി പോകരുതാരും. വിശ്വാസികളാം കൂട്ടാളികളെ ലക്ഷ്യം തെറ്റി പോകരുതാരും. നിത്യത തന്നെ അന്തിമ ലക്ഷ്യം, ലക്ഷ്യം നോക്കി ഓടിയിടുക നാം. നിത്യത തന്നെ അന്തിമ ലക്ഷ്യം, ലക്ഷ്യം നോക്കി ഓടിയിടുക നാം. ഞങ്ങളുടെ ദൗത്യം ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചൊല്ലിയിടുന്നു. ഞങ്ങളുടെ ദൗത്യം ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചൊല്ലിയിടുന്നു. உம்மை நம்பி வந்தேன் நான் வெட்கப்படல, உந்தயவென்னை கைவிடல. உம்மை நம்பி வந்தேன் நான் வெட்கப்படல, உந்தயவென்னை கைவிடல. வெறும் கையால் கடந்து வந்தேன், இரு பரிவாரங்கள் எனக்கு தொங்கீர். வெறும் கையால் கடந்து வந்தேன், இரு பரிவாரங்கள் எனக்கு தொங்கீர். உம்மை துதிப்பேன். உம்மை துதிப்பேன். சிம்பிளான மனுஷன் கூட இயேசுவோட சேர்ந்துட்டா செலிபிரிட்டி ஆகிடலாம், செலிபிரிட்டி ஆகிடலாம். ஹம்பிளான மனுஷன் கூட ப்ரே பண்ண தெரிஞ்சுக்கிட்டா சக்சஸ் மாறிடலாம், சக்சஸ் மாறிடலாம். சிம்பிளான மனுஷன் கூட இயேசுவோட சேர்ந்துட்டா செலிபிரிட்டி ஆகிடலாம், செலிபிரிட்டி ஆகிடலாம். ஹம்பிளான மனுஷன் கூட ப்ரே பண்ண தெரிஞ்சுக்கிட்டா சக்சஸ் மாறிடலாம், சக்சஸ் மாறிடலாம். ரூட்டு எப்போவும் ரொம்ப ரைட்டு தானுங்க, என் பாட்டு சூப்பரா காலம் போட்டு கேளுங்க. ஹைட் இருந்தாலும் நான் லைட்டு தானுங்க, இந்த லைஃப் எல்லாமே ஜீசஸ் தந்த கிஃப்ட்டுங்க. ரத்தம் ஜெயம், ரத்தம் ஜெயம், ரத்தம் ஜெயம், நம்மை சுத்தமாக்கும் இயேசுவோட ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், ரத்தம் ஜெயம், நம்மை சுத்தமாக்கும் இயேசுவோட ரத்தம் ஜெயம். சிம்பிளான மனுஷன் கூட இயேசுவோட சேர்ந்துட்டா செலிபிரிட்டி. ஹம்பிளான மனுஷன் கூட ப்ரே பண்ண தெரிஞ்சுக்கிட்டா சக்சஸா நாங்க மாறிடுவோம். நல்ல கிருபை வழுவாமல் காத்து சுத்த கிருபை, அக்கினியில் வேகாமல் காத்த கிருபை, தண்ணீரிலே மூழ்காமல் தாங்கும் கிருபை. வல்ல கிருபை, நல்ல கிருபை வழுவாமல் காத்து சுத்த கிருபை, அக்கினியில் வேகாமல் காத்த கிருபை, தண்ணீரிலே மூழ்காமல் தாங்கும் கிருபை. கிருபை என்னை தாங்கிடுதே, என்னை நடத்திடுதே. உன் கிருபை என்னை தாங்கிடுதே, உன் கிருபை என்னை நடத்திடுதே. அல்லே அல்லே லூயா, அல்லே அல்லே லூயா, அல்லே அல்லே லூயா, அல்லே அல்லே
சொல்ல மாட்டேன், அட குத்தம் சொல்ல மாட்டேன், மத்தவங்க தலையில கொட்ட மாட்டோம் ப்ரோ. நான் மட்டும் ரைட்டு, மத்தவங்க தப்பு, நியாயந்திற்கு ஊழியத்தை செய்ய மாட்டேன் ப்ரோ. குறை சொல்ல மாட்டேன், குத்தம் சொல்ல மாட்டேன், மத்தவங்க தலையில கொட்ட மாட்டேன் ப்ரோ. நான் மட்டும் ரைட்டு, மத்தவங்க தப்பு, நியாயந்திற்கு ஊழியத்தை செய்ய மாட்டேன் ப்ரோ. கீழே விழுந்தா தூக்குவம் ப்ரோ, இயேசுவின் ஊழியத்தை செய்வேன் ப்ரோ. கீழே விழுந்தா தூக்குவம் ப்ரோ, இயேசுவின் ஊழியத்தை செய்வேன் ப்ரோ. நாங்க வேற மாதிரி, வேற மாதிரி, வேற மாதிரி, நாங்க வேற மாதிரி ப்ரோ, நாங்க வேற மாதிரி ப்ரோ, நாங்க வேற மாதிரி ப்ரோ, நாங்க இயேசு மாதிரி ப்ரோ. അടുത്തതായിട്ടൊരു ഗ്രൂപ്പ് സോങ്ങാണ്. PIPയിലെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് സോങ് പാടും. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ കൂടെ അതിനുശേഷം സമ്മാനദാനങ്ങളാണ്. ദൈവം സഹായിക്കട്ടെ. தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே, கர்த்தர் செய்த நன்மைகளாயிரம் கரம் தட்டி பாடிடுவே. யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே, கர்த்தர் செய்த நன்மைகளாயிரம் கரம் தட்டி பாடிடுவே. Yehovah Shalom, Yehovah Shammah, Yehovah Tiva, Yehovah Rapha, Yehovah Shalom, Yehovah Shammah, Yehovah Tiva, Yehovah Rapha. Yehovah தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே, கர்த்தர் செய்த நன்மைகளாயிரம் கரம் தட்டி பாடிடுவே. Yehovah Shalom, Yehovah Shammah, Yehovah Tiva, Yehovah Rapha, Yehovah Shalom, Yehovah Shammah, Yehovah Tiva, Yehovah Rapha. Yehovah தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே, கர்த்தர் செய்த நன்மைகளாயிரம் கரம் தட்டி பாடிடுவே. യക്ഷദായും നീങ്ങതാക സർവവല്ല ദേവനാക എന്നും എന്നും നടത്തുന്നില്ല, യവനേശ്വരും നീങ്ങതാക ഉദവി ചെയ്യും ദേവനാക എന്നും താങ്ങുന്നില്ല. യക്ഷദായും നീങ്ങതാക സർവവല്ല ദേവനാക എന്നും നടത്തുന്നില്ല, യവനേശ്വരും നീങ്ങതാക ഉദവി ചെയ്യും ദേവനാക എന്നും താങ്ങുന്നില്ല. Yehovah Shalom, Yehovah Shammah, Yehovah Tiva, Yehovah Rapha. Yehovah Shalom, Yehovah Shammah, Yehovah Tiva, Yehovah Rapha. Yehovah தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே, கர்த்தர் செய்த நன்மைகளாயிரம் கரம் தட்டி பாடிடுவே. தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி
என்னையும் நீங்க தாங்க என்றும் உள்ள தேவனாக எந்த நாளும் பாடுவீங்க இம்மானுவேல் நீங்க தாங்க மண்ணில் வந்த தேவன் நீங்க இன்னும் என்றும் பாடுவீங்க யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ருவா யெகோவா ராஃபா யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ருவா யெகோவா ராஃபா யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவேன் என்ற சாதிகாத்து செய்த நன்மைகள் ஆயிரம் கரம் கட்டி பாடிடுவேன் யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவேன் என்ற சாதிகாத்து செய்த நன்மைகள் ஆயிரம் கரம் கட்டி பாடிடுவேன் யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ருவா யெகோவா ராஃபா யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ருவா யெகோவா ராஃபா யெகோவா தேவனுக்கு